പെരുമ്പാമ്പുകളിൽ ഏറ്റവും ആക്രമണ സ്വഭാവമുള്ളതാണ് റെറ്റിക്കുലേറ്റഡ് ഇനത്തിൽപ്പെട്ടത്. പാമ്പുകൾ തമ്മിലുള്ള ആക്രമണത്തിലാണ് തിരുവനന്തപുരം മൃഗശാലയിൽ 2 പെരുമ്പാമ്പിന് പരിക്കേറ്റത്. 20ഓളം മുറിവുകളുണ്ടായിരുന്നു. റെറ്റിക്കുലേറ്റഡ് ഇനത്തിൽപ്പെട്ട ഈ പെരുമ്പാമ്പിന്റെ ശരീരത്തിലെ മുറിവ് ഉണങ്ങാൻ 1 മാസമെങ്കിലും സമയമെടുക്കും. നട്ടെല്ലിന് പരിക്കേറ്റതിനാൽ കഴിഞ്ഞ ദിവസമാണ് ഇതിന്റെ ശസ്ത്രക്രിയ നടത്തിയത്. സൂ വെറ്റിനറി സർജൻ ഡോക്ടർ നികേഷ് കിരണിന്റെ നേതൃത്വത്തിലാണ് പാമ്പുകൾക്ക് ചികിത്സ. വളരെ ഡീപ്പായിട്ട് മസിൽ വരെ കട്ടായി പോകുന്ന രീതിയിലുള്ള വലിയ വലിയ മുറിവുകളായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെരുമ്പാമ്പിന് വരിവരിയായി പല്ലുകളുണ്ട്. നമുക്ക് കാണുന്ന മറ്റ് പാമ്പുകളെ, വിഷപ്പാമ്പുകളെ പോലെ ഫാങ്സ് അല്ല, പകരം ചെറിയ ചെറിയ പല്ലുകളാണ്. പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ട് കടിക്കാൻ അതിന് സാധിക്കും. മാത്രമല്ല റെറ്റിക്കുലേറ്റഡ് പൈത്തൺ സ്ലഗ്ഗിഷായിട്ട് മൂവ് ചെയ്യുന്നതാണെങ്കിലും അറ്റാക്ക് ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് അതിനെ അറ്റാക്ക് ചെയ്യാനും കടിച്ച് മുറിവേൽപ്പിക്കാനും സാധിക്കും. അപ്പോൾ ഇത് ഇൻഫൈറ്റിംഗ് ആകാമെന്നൊരു നിഗമനമാണ്. 15 ദിവസത്തിലൊരിക്കലാണ് ഇവയ്ക്ക് ഭക്ഷണം നൽകുന്നത്. അതിനാൽ ഭക്ഷണം കഴിക്കുമോ എന്ന് പരിശോധിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പം മെയിൻ കേജിൽ നിന്ന് മാറ്റിയിട്ട് ഒരു സെപ്പറേറ്റ് കേജിനകത്തേക്ക് നമ്മളതിനെ പറപ്പിച്ചേക്കാണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറിന് വേണ്ടിയിട്ട്. ഇപ്പോൾ അതിൻ്റെ നില മെച്ചപ്പെട്ടിട്ടുണ്ട്. ആദ്യ ദിവസം അതിനെ കിട്ടുന്ന സമയത്ത് വളരെ അവശ്യ നിലയിലായിരുന്നു. ഇപ്പോൾ അത് നോർമലൈസ് ചെയ്തിട്ടുണ്ട്. ഈ പെരുമ്പാമ്പിൻ്റെ ഫീഡിങ് നമുക്കൊരു 15-20 ദിവസത്തിലൊരിക്കലായതുകൊണ്ട് അത് തീറ്റ എടുത്ത് തുടങ്ങിയോ എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ അത് നോർമൽ ബിഹേവിയറിലേക്ക് വന്നിട്ടുണ്ട്. ഈ സംഭവത്തെ തുടർന്ന് പാമ്പുകളെ പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഗ്രീൻ അനാക്കോണ്ടയ്ക്കും ബർമീസ് പൈത്തണും ശേഷം 3ാം സ്ഥാനമാണ് റെറ്റിക്കുലേറ്റഡ് പൈത്തൺ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.